മാർപ്പാപ്പയുടെ നിര്യാണത്തിന് ശേഷം വത്തിക്കാനിൽ ഇനി എന്താണ് നടക്കുക? മാർപ്പാപ്പയുടെ സംസ്കാരം അടുത്ത 4 മുതൽ 6 ദിവസങ്ങൾക്കുള്ളിൽ നടത്തപ്പെടും. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം വത്തിക്കാന് പുറത്ത് റോമിലെ സെയിൻറ്റ് മേരി ബസിലിക്കയിലാവും അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം. പോപ്പ് നിർദ്ദേശിച്ച പ്രകാരം ആഡംബരങ്ങളില്ലാത്ത ഒരു സാധാരണ പേടകത്തിലാവും അടക്കം. മാർപ്പാപ്പയുടെ ഉത്തരവാദിത്തങ്ങൾ തൽക്കാലം നിർവഹിക്കുക കർദിനാൾമാരുടെ കൂട്ടായ്മയാണ്. 15 മുതൽ 20 ദിവസത്തിനകം കത്തോലിക്ക സഭയിലെ മുഴുവൻ കർദിനാൾമാരും വത്തിക്കാൻ സിറ്റിയിലെത്തും. കർദിനാൾമാർ എല്ലാവരും എത്തുന്നതോടെ അടുത്ത മാർപ്പാപ്പയെ കണ്ടെത്തുവാനുള്ള കോൺക്ലേവ് ആരംഭിക്കും. വത്തിക്കാൻ സിറ്റിയിലെ വിഖ്യാതമായ സിസ്റ്റൻ ചാപ്പലിലാണ് കോൺക്ലേവ് ചേരുക. കോൺക്ലേവ് തുടങ്ങുന്നതോടെ ചാപ്പൽ പൂർണ്ണമായി അടയ്ക്കും. പുതിയ മാർപ്പാപ്പയെ കണ്ടെത്തും വരെ കർദിനാൾമാർ ചാപ്പലിൽ തുടരുന്നതായിരിക്കും. വോട്ടെടുപ്പിലൂടെയാണ് പുതിയ മാർപ്പാപ്പയെ കണ്ടെത്തുക. ഈ വോട്ടെടുപ്പ് പല റൗണ്ടുകളായി ദിവസങ്ങൾ നീണ്ടേക്കാം. കോൺക്ലേവ് ആഴ്ചകൾ നീളുകയും അതിനിടെ കർദിനാൾമാർ മരണപ്പെട്ട സംഭവങ്ങളും നമുക്ക് ചരിത്രത്തിൽ കാണാവുന്നതാണ്. ഓരോ വോട്ടെടുപ്പിന് ശേഷവും ബാലറ്റ് പേപ്പറുകൾ ചാപ്പലിനുള്ളിൽ തന്നെ കത്തിക്കും. ചാപ്പലിലെ പുകക്കുഴലിലൂടെ കറുത്ത പുക വന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം കണ്ടില്ലെന്ന് അർത്ഥം. ചാപ്പലിൽ നിന്നും വെളുത്ത പുക വന്നാൽ പുതിയ പോപ്പിനെ തിരഞ്ഞെടുത്തുവെന്ന് അർത്ഥം. വെളുത്ത പുക വന്ന് നിമിഷങ്ങൾക്കകം സിസ്റ്റൻ ചാപ്പലിൽ നിന്നും സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന മട്ടുപ്പാവിൽ പുതിയ മാർപ്പാപ്പ ജനങ്ങളെ അഭിവാദ്യം ചെയ്യും. ഇതുപോലത്തെ ഇൻഫർമേഷൻസ് അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.